അങ്ങനെ അവർ ക്ലീൻ ചെയ്ത ചെമ്മീന് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആവാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വൃത്തിയായി ക്ലീൻ ചെയ്ത് വാണ സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ടാക്കി നല്ല രീതിക്ക് അങ്ങ് തേച്ച് പിടിപ്പിച്ച് വെച്ചു. പിന്നെ മസാല ഉണ്ടാക്കുന്നൊന്നും ഞാൻ എടുത്തില്ല, കാരണം എവിടെ നോക്കിയാലും ഇപ്പൊ ഇതിന്റെ വീഡിയോസ് ആണല്ലോ. അതൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ച് ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്ന് അങ്ങനെ നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ചെമ്മീനൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ അതിനകത്തോട്ട് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് സെറ്റാക്കി. ഇനി ഇതൊന്ന് കുറുകി സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസിൽ ജോസഫിന്റെ പ്രോൺസ് നിർവ്വാണ ഇവിടെ റെഡി ആയിക്കാണ്. ആക്ച്വലി ബേസിൽ ജോസഫിന്റെ അല്ല, ആളുടെ ഷെഫിന്റെ നിർവ്വാണ. സാധനം ഏതാണ്ട് കുറുകി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് തന്നെ ഒരു ഏസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് മൺകലത്തിൽ നല്ല വാട്ടിയ വാഴയിലേക്ക് വെച്ച് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിന് ശേഷം നമ്മളുടെ പ്രോൺസ് നിർവ്വാണ അതിലോട്ട് അങ്ങോട്ട് തട്ടി. വെറുതെ അല്ല സംഭവം ഇത്ര ഫേമസ് ആയത്. അജാതി മണാണേ, നല്ല വെളിച്ചെണ്ണയുടെയും നല്ലൊരു പച്ച മണവും അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല ഒടുക്കത്തെ ടേസ്റ്റും. എല്ലാവരും പറയുന്നത് ഇതിന്റെ കോമ്പിനേഷൻ അപ്പം ഇടിയപ്പം അതൊക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുക്കിങ്ങും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ടയർഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടിരുന്നു. സെർവിങ് മൊത്തം നമ്മുടെ ചാർലി ഏറ്റെടുത്തു. ആൻഡ് അതിനിടയ്ക്ക് തന്നെ ഞാൻ അയിലയും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇതുപോലെ ചട്ടിയിലിട്ട് തുടച്ച ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി കടുമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നേ, പോരാത്തതിന് 2 പപ്പടവും. ഇനിയാണ് നമ്മുടെ താരം, നമ്മുടെ പ്രോൺസ് നിർവ്വാണ. അത്യാവശ്യം ഗ്രേവിയോട് കൂടിയൊക്കെയാണ് ഉണ്ടാക്കിയതെങ്കിലും സംഭവം ഇരുന്ന് ചെറുതായിട്ട് അങ്ങ് കുറുകിയിട്ടുണ്ട്. മണം കാരണം എത്രയും പെട്ടെന്ന് കഴിച്ചു തുടങ്ങണം എന്നുള്ള ഒരു ഫീലിംഗിലായിരുന്നേ. നോക്കിയ ചട്ടിയിലൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. പിന്നെ അതിനൊപ്പം തന്നെ നമ്മുടെ ഒരു പീസ് അയില പൊരിച്ചതും കൂടെ വെച്ചു. എനിക്ക് ഇത്രയൊക്കെ വിഭവങ്ങളാണ്. തലേന്നത്തെ മോരുകറി ഉണ്ടായിരുന്നു, ചാർലിക്ക് അതുകൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ. ഇങ്ങനെ ഉണ്ടെന്നൊന്ന് കമന്റ് ചെയ്യണേ.